അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ആ ദൃശ്യം അറിയുകയുള്ളൂ എന്ന്. എന്നാൽ പരിശുദ്ധമായ സൂറത്തുൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. ഈ ആയത്തിന്റെ വിവക്ഷ എന്താണ് എന്ന് പറയണം. ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവർക്കും ഒഴികെ അവരാരാൽ? മിർ റസൂൽ, റസൂലുമാരാൽ എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വിവക്ഷ എന്താണെന്ന് ബഹുമാനപ്പെട്ട ഫൈസൽ മൗലവി ഉസ്താദ് പറയണം. അൽഹംദുലില്ലാഹ്. ഇന്നാണ് പറയണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടരുത്. അത് സ്വാഭാവികമായും ഇവിടെയുള്ള ആർക്കും പറയാം. ഞാൻ പറയാം, അല്ലാത്തവർ പറയാം. ആര് പറഞ്ഞാലും ഉത്തരം കിട്ടിയാൽ മതിയല്ലോ. നിങ്ങൾ ഉദ്ധരിച്ചത് സൂറത്തുൽ ജിന്നിലെ 26-ാമത്തെ വചനമാണ്. ഒരിക്കലും അല്ലാഹു മാത്രമേ ഗൈബ് അറിയൂ എന്നതിന് ഈ ആയത്ത് വിരുദ്ധമല്ല. താങ്കൾക്കത് അറിയാം. തഫ്സീറുകൾ വായിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും. താങ്കളത് വായിച്ചിട്ടുമുണ്ടാവും. ഇതേ വിശുദ്ധ ഖുർആൻ തന്നെയാണ് ധാരാളം ആയത്തുകൾ അല്ലാഹു മാത്രമാണ് ഗൈബ് അറിയുന്നവൻ എന്ന് പരാമർശിച്ചത്. ഈ റസൂലുമാരിൽ ഒന്നാം സ്ഥാനത്തുള്ളവർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. എന്നിട്ട് ആ റസൂലിനോട് പോലും അല്ലാഹു തആല പറഞ്ഞു, നബിയെ താങ്കൾ പറയണം, എനിക്ക് ഗൈബ് അറിയില്ല എന്ന് പറയണം എന്ന് പറഞ്ഞല്ലോ. നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആവശ്യപ്പെട്ടത്, ഖുൽ ലാ അഖൂലു ലക്കും ഇൻദീ ഖസാഇനുല്ലാഹ് വലാ അഅ്ലമുൽ ഗൈബ് വലാ അഖൂലു ഇന്നി മലക്. നബിയെ താങ്കൾ പറയണം, ലാ അഖൂലു ലക്കും ഇൻദീ ഖസാഇനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവുകൾ എൻ്റെ പക്കൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅ്ലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയുക ഇല്ല എന്നും നബിയെ താങ്കൾ പറയണം എന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെ വലൗ കുൻതു അഅ്ലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനിയ സൂ, എനിക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ, മറഞ്ഞ കാര്യം അദൃശ്യകാര്യം അറിയുമായിരുന്നുവെങ്കിൽ ധാരാളം സമ്പത്ത് എനിക്ക് വാരിക്കൂട്ടാമായിരുന്നു, ഒരു ദുരിതങ്ങളും എന്നെ ബാധിക്കില്ലായിരുന്നു എന്ന് പറയണം നബിയെ എന്ന് ഖുർആൻ ആവശ്യപ്പെട്ടല്ലോ. ഗൈബ് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹു തആല എന്തെങ്കിലും അറിയിച്ചു കൊടുത്താൽ അത് അറിയില്ല എന്നല്ല. ഗൈബ് അറിയാനുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം അറിയിച്ചു തന്നാൽ ആർക്കാണോ അറിയിച്ചു കൊടുത്ത് അവർക്കറിയാം. അവരാരോടൊക്കെ പറഞ്ഞുവോ അവർക്കതറിയാം. ഇപ്പൊ സ്വർഗം ഗൈബാണ്, നമുക്ക് എല്ലാവർക്കും ആ സ്വർഗത്തെക്കുറിച്ച് ധാരാളം അറിവുകൾ ഉണ്ട്. അതിനർത്ഥം നമ്മൾ ഗൈബ് അറിഞ്ഞു എന്നല്ലല്ലോ. സ്വർഗത്തിലെ അറിവുകളും സ്വർഗത്തിലെ സൗകര്യങ്ങളെയും പറ്റി പല അറിവുകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഗൈബായ കാര്യമാണ്. നമ്മൾ എങ്ങനെ അറിഞ്ഞു? അല്ലാഹു തആല ഖുർആനിൽ അറിയിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി. നരകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. എങ്ങനെ അറിയാം? അല്ലാഹു തആല അറിയിച്ചു. ഗൈബായ കാര്യമാണ്. റബ്ബ് അറിയിച്ചതോടുകൂടി അത് കേട്ടവർക്കെല്ലാം അത് മനസ്സിലായി. എന്ന പോലെ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല എന്തെങ്കിലും അറിയിച്ചു കൊടുത്താൽ അതവർക്കറിയാം. അതാണ് ഈ ആയത്ത്. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ എന്ന വചനത്തിലൂടെ അതാണ് പഠിപ്പിക്കപ്പെട്ടത്. അവിടെ വഹ്യാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ആ ആയത്തിലെ ഗൈബ് വഹ്യാണ്, എല്ലാ ഗൈബുമല്ല. അത് റസൂലുമാർക്ക് മാത്രമാണ്. അത് റബ്ബ് വെളിപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ ആ വെളിപ്പെടുത്തി കൊടുത്ത കാര്യം അറിയുമെന്നല്ലാതെ ഗൈബ് അറിയുന്നവൻ എന്ന വിശേഷണം പ്രവാചകന്മാർക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. ആലിമുൽ ഗൈബ്, അല്ലാമുൽ ഗുയൂബ് തുടങ്ങിയ വിശേഷണം അപ്പോഴും അല്ലാഹു തആലക്ക് മാത്രമാണ്. അല്ലാഹു അഅലം. എങ്കിൽ പിന്നെ ഇവിടെ വിഷയം അവതരിപ്പിച്ച വിഷയാവതാരകൻ അദ്ദേഹം അത് തുറന്നു പറയണമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിനെ മാത്രമേ ഗൈബ് അറിയുള്ളൂ. ആ ഒരു വാദം തെറ്റല്ലേ? ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുന്ന അതാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്ന അവസരത്തിൽ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അത് തെറ്റാണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന്, ഉസ്താദ് അവറുകൾ പറഞ്ഞു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയുന്നു എനിക്ക് ഗൈബ് അറിയില്ല. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ജിന്നിലൂടെ അള്ളാഹു പറയുന്നു അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കൊഴികെ അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുക്കും. അപ്പോൾ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്നാണോ പറയുന്നത്? വലുതമില്ല. ഇവിടെ വിശാദനം പറഞ്ഞതാണ്. അതിൽ അസ്ല അതാണ് ശരി, തെറ്റുമല്ല. വലുതമില്ല. എന്തുകൊണ്ട്? അള്ളാഹു തൃപ്തിപ്പെട്ട ദൂതന്മാർ ഗൈബ് അറിയും എന്ന് പറഞ്ഞാൽ വലുദ്ധ്യമാണ്. എന്നുവെച്ചാൽ അള്ളാഹ് അവർക്ക് അറിയിച്ചു കൊടുക്കും എന്നവിടെ പറഞ്ഞു. അതാണ് വ്യത്യാസം. മറ്റിടത്ത് അറിയിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വൈരുദ്ധ്യമാണ്. ഒരു സ്ഥലത്ത് അറിയിച്ചു കൊടുക്കില്ല എന്ന് പറയുകയും മറുഭാഗത്ത് അറിയിച്ചു കൊടുക്കുമെന്ന് പറയുകയും ചെയ്താൽ വൈരുദ്ധ്യമാണ്. ഒരു സ്ഥലത്ത് അറിയില്ല എന്ന് പറയുകയും അപ്പുറത്ത് അറിയുമെന്ന് പറയുകയും ചെയ്താലും വൈരുദ്ധ്യമാണ്. ഇത് രണ്ടും രണ്ട് പ്രയോഗമാണ്. ഒന്ന്, വലാ അഅ്ലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയുകയില്ല. അതാണ് അടിസ്ഥാനം. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഗൈബ് അറിയുകയില്ല. റസൂലുമാരും അറിയില്ല, ഔലിയാക്കളും അറിയില്ല,
ജിന്നും അറിയില്ല, പിശാച്ചും അറിയില്ല, ഒരു മനുഷ്യർക്കും ഒരു സൃഷ്ടിക്കും അദൃശ്യകാര്യം അറിയാൻ കഴിവില്ല. അല്ലാഹു തആലക്ക് മാത്രം. അള്ളയാണ് ആലിമുൽ ഗൈബ്, അള്ളയാണ് അല്ലാമുൽ ഗുയൂബ്. ഗൈബ് അറിയുന്നവൻ, അദൃശ്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. ഇനി മറ്റേ ആയത്തിന് വൈരുദ്ധ്യമാണോ? അല്ല. ആ ആയത്ത് എന്താ പറഞ്ഞത്? അല്ലാഹു തആല റസൂലുമാർക്ക് വല്ലതും വെളിപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അതൊഴികെ എന്നാണ്. അപ്പോഴും അവർക്ക് ഗൈബ് അറിയാത്തവർ തന്നെയാണ്. വെളിപ്പെടുത്തി കൊടുത്താലോ അള്ളാഹ് അറിയിച്ചതെന്ന് അറിയും, അത് ഞാനും അറിയും, നിങ്ങളും അറിയും. അത് റസൂല് മാത്രമല്ല, അത് മുസ്ലിം മാത്രമല്ല, ഏത് മനുഷ്യനും അറിയാം. അതിനെ ഞാൻ ഉദാഹരണം പറയാം. സ്വർഗവും നരകവും, സ്വർഗത്തിലുള്ള സുഖ സൗകര്യങ്ങളെ താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് നമ്മളാരും ഞാൻ ഗൈബ് അറിയുന്നവനാണ് എന്ന് വാദിക്കാറില്ലല്ലോ. മലക്കളെ കുറിച്ച് നമുക്കറിയാം. മലക്കളെ കുറിച്ചുള്ള അറിവ് അള്ളാഹ് അറിയിച്ചു തന്ന അറിവാണ്. അള്ളാഹു അറിയിച്ചു തന്നില്ലെങ്കിൽ ലോകത്ത് മലക്ക് എന്ന വിഭാഗമുണ്ട് എന്ന് പോലും നമുക്കറിയില്ലല്ലോ. ആ ഇൽമ് ഗൈബിയായ ഇൽമാണ്. പിന്നെ എങ്ങനെ അറിഞ്ഞു? അള്ളാഹ് അറിയിച്ചു തന്നു റസൂലിലൂടെ. കേട്ടവർക്കെല്ലാം മനസ്സിലായി. അത് കേട്ട മുസ്ലിമിന് മാത്രമല്ല, ആരൊക്കെ കേട്ടുവോ അവർക്കെല്ലാം അതറിയും. അതിനർത്ഥം നമുക്കെല്ലാം ഗൈബ് അറിയാൻ കഴിയും എന്നല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വൈരുദ്ധ്യമില്ല. ഇല്ലാത്ത വൈരുദ്ധ്യം ഉണ്ടാക്കി വെറുതെ ഇല്ലാത്ത ചോദ്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ആയത്തിന്റെ തഫ്സീറുകൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ വായിച്ചു നോക്കണം. ആ തഫ്സീർ വ്യക്തമായി എല്ലാവരും ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും ഇതോടുകൂടി അള്ളാഹുവിന്റെ ആലിമുൽ ഗൈബ് എന്ന അള്ളാഹുടെ സിഫത്ത് അല്ലാത്തവർക്കും ഉണ്ടായി എന്ന് വരുമോ? അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അള്ളാഹ് ആലിമുൽ ഗൈബാണ്, അള്ളാഹു അല്ലാമുൽ ഗുയൂബാണ്, അള്ളാഹു അദൃശ്യമറിയുന്നവൻ എന്ന് റബ്ബിനെ കുറിച്ച് പറഞ്ഞ ആ നാമം ഈ ഒരു ആയത്തോടു കൂടി അള്ളാഹു അല്ലാത്തവർക്കും അള്ളാഹു വകവെച്ചു കൊടുത്തു എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അപകടം തന്നെയാണ്. അതുകൊണ്ട് ഗൈബ് അറിയുന്നവൻ അള്ളാഹു തആല മാത്രം, മറ്റൊരാളും ഗൈബ് അറിയില്ല. അതാണ് വിഷയാവതരണം പറഞ്ഞത്. അത് തന്നെയാണ് ശരിയും. എന്നാൽ ഒരു കാര്യം അറിയിച്ചു കൊടുത്താൽ അക്കാര്യം അറിയും, അത് അപ്പുറത്തുള്ളതോ അതറിയില്ല. അറിയിച്ചു കൊടുക്കാത്ത കാര്യം അറിയില്ല, അറിയിച്ചു കൊടുത്തതെന്തോ അത് മാത്രം അറിയും.